ഞങ്ങളിപ്പോൾ പോണത് മലയാള സിനിമയുടെ തറവാടെന്നറിയപ്പെടുന്ന വരിക്കാശ്ശേരി മനയിലേക്കാണ്. ഇത് അർജുൻ്റെ കൂടെയുള്ള യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ വാടനകുറിശ്ശിയിലുള്ള ശ്രീ മൂലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പോയതും തുടർന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള കുട്ടേട്ടൻ്റെ കടയിലെ നാടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു. കുട്ടേട്ടൻ്റെ കടയിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് അർജുൻ ചോദിക്കണേ, ഇനി നമുക്ക് വരിക്കാശ്ശേരി മനയിലേക്ക് പോയാലോന്ന്. ചെറുപ്പം മുതലേ ഒരുപാട് സിനിമകളിൽ ഈ ഒരു മന കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. 80ഓളം മലയാള സിനിമകളും അന്യഭാഷ ചിത്രങ്ങളും ഉൾപ്പെടെ 150ഓളം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആദ്യം ഓർമ്മ വരിക ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠനെയും 6-ാം തമ്പുരാനിലെ ജഗന്നാഥനെയൊക്കെയാണ്. പൂമുഖത്ത് ലാലേട്ടരുന്ന ആ കസേര ഇത് തന്നെയാണതെന്ന് അറിയില്ല. എന്നിരുന്നാലും ഈ ഒരു കസേര കാണുമ്പോൾ മനസ്സിൽ പലതും മിന്നിമറിയാണ്. ആ ഒരു കസേരയിൽ ഞാനും ഒന്ന് കയറി അങ്ങോട്ട് ഇരുന്നു. കുറച്ച് ഉണ്ട്. നൃത്തം ആരംഭിക്കട്ടെ. ദേവോ എന്താ ഡയലോഗ്? അമ്പലത്തിലല്ല, ഇവിടെ. അമ്പലത്തിലെ കൂത്തുപൂരല്ല, ഇവിടാണ് നീ ദീപു. നല്ലൊരു ഫ്രെയിം, 3 ശില്പങ്ങൾ. ഞാനിത് ആദ്യമായിട്ടാണ് ഒരു മനയിൽ പ്രവേശിക്കണത് തന്നെ. ഇവിടുത്തെ ചിത്രപ്പണികളും കൊത്തുപണികളും ഒക്കെ നോക്കുമ്പോൾ എന്തൊരു സൂക്ഷ്മതയോടെയാണ് ഇവരിതൊക്കെ പണിത് വെച്ചിട്ടുള്ളതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ അച്ചാച്ചനും അമ്മാമനൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ കുട്ടിയായിരിക്കുമ്പോഴേ എനിക്ക് അവരൊക്കെ നഷ്ടപ്പെട്ടതാണ്. ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്നെ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് അവരെയൊക്കെ ഓർമ്മ വരുന്നത്. ഇടനാഴി കടന്ന് നമ്മൾ എത്തിച്ചേരുന്നത് നടുമുറ്റത്തിൻ്റെ അവിടേക്കാണ്. പഴയൊരു നമ്പൂതിരി തറവാടായിരുന്നു അത്ര ഇത്. ഏകദേശം 100-ലധികം വർഷം പഴക്കമുള്ള ഈ ഒരു നാലുകെട്ട് കേരളീയ വാസ്തുവിദ്യയുടെ ഒരു വിസ്മയം തന്നെയാണ്. 50 രൂപയാണ് ഇവിടുത്തെ പ്രവേശന ഫീസ്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെ പ്രവേശനമുണ്ട്. നടുമുറ്റം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അടുക്കള ഭാഗത്തേക്കാണ്. ഇവിടെ അടുക്കളയോട് ചേർന്ന് തന്നെ കിണറുണ്ട്. നമ്മുടെ പഴയ തറവാടുകളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് ഈ അടുക്കളയോട് ചേർന്നിട്ടുള്ള ഇത്തരം കിണറുകൾ. കൊടും വേനലിലും വറ്റാത്ത ജലസ്രോതസ്സുകളാണിത്. എന്തൊരു ആഴാലേ ഈ കിണർ. വീണ് കഴിഞ്ഞാൽ പൊക്കിയെടുക്കാൻ നല്ല പാടാ. ഇവിടുത്തെ അടുക്കളയിൽ വലിയൊരു ആട്ടുകല്ലും ഉണ്ട്. ഇനി ഇതെങ്ങനാവോ മമ്മൂക്ക രാപ്പകല്ലിങ്ങനെ ഇരുന്ന് മാവാട്ടണ ആട്ടുകല്ല്? ഞാനതങ്ങനെ ആലോചിച്ച് നിൽക്കണതിൻ്റെ ഇടയിൽ ദീപു അമ്മ അർജുനും തിരിച്ച് നടുമുറ്റത്തേക്ക് എത്തി. ഈ ഒരു മനയുടെ മുകൾ ഭാഗത്തേക്കൊന്നും നമുക്ക് പ്രവേശനമില്ല. മിക്ക മുറികളും അടഞ്ഞു കിടക്കുകയാണ്. നമ്മളിങ്ങനെ നടുമുറ്റത്ത് നിന്നിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. മനയുടെ അകത്ത് ആ തറയിലിരുന്ന് കുറച്ച് നേരം ഞങ്ങൾ വിശ്രമിച്ചു. അതിനുശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ണിയപ്പെട്ടത് ഈ ഒരു പ്ലാവാണ്. നിറയെ ചക്കയൊക്കെയുള്ളൊരു പ്ലാവ്. ഈ ഒരു നാലുകെട്ട് കൂടാണ്ട് തൊട്ടപ്പുറത്തും വേറെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അതിലിപ്പോൾ ചിലതൊക്കെ ഓഫീസായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഏതൊക്കെ സിനിമയിൽ ഈ കെട്ടിടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന്. ഈ ഒരു വരിക്കാശ്ശേരി മനയ്ക്കകത്ത് ഒരു ക്ഷേത്രം കൂടിയുണ്ട്. ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടൊരു കുളമുണ്ട്. ഇത് അമ്പലമാണ്. മനയോട് ചേർന്നുള്ള ഈ ഒരു ക്ഷേത്രത്തിൽ
നിത്യപൂജകളൊക്കെ മുടങ്ങാണ്ട് നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കണേ. മനയിലേക്ക് പ്രവേശിക്കാനുള്ള സമയം ഇവിടുത്തെ പൂജാ സമയത്തിന് ശേഷമായതുകൊണ്ട് ക്ഷേത്രത്തിൽ പുറമേയുള്ള ആൾക്കാർക്ക് പ്രവേശനം ഉണ്ടോയെന്ന് അറിയില്ല. 6 നമ്പർ സിനിമയിൽ മോഹൻലാലും സായികുമാറും കൂടി നടന്നു വരുന്ന ഒരു രംഗമുണ്ട്. ആ ഒരു സമയത്ത് സായികുമാർ അറിയാതെ ഇവിടുത്തെ ഒരു നാഗപ്രതിഷ്ഠയുടെ നേരെ സിഗരറ്റ് കുറ്റി വലിച്ചെറിയും. മോഹൻലാൽ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് ആ കുറ്റി എടുത്ത് കളയുകയും ചെയ്യുന്നൊരു രംഗം. അതേസമയം തന്നെ മഞ്ജു വാര്യർ ഈ ഒരു അമ്പലത്തിൻ്റെ വഴിയിലൂടെ ഓടിപ്പോകുന്ന ഒരു ഷോട്ട് കൂടി ഉണ്ട്. തൊട്ടു പിന്നാലെ സായികുമാറിൻ്റെ അലമ്പ് സുഹൃത്തുക്കളും വരും. ആ ഒരു രംഗങ്ങളൊക്കെ ഞാൻ ഈ ഭാഗത്തെത്തിയപ്പോൾ അറിയാതെ ആലോചിച്ചു പോയി. കുളത്തിന് നല്ല ആഴമുണ്ടെന്നാണ് കേട്ടെ. അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് ഇവിടേക്ക് പ്രവേശനമില്ല. ജസ്റ്റ് ഇങ്ങനെ പുറത്തുനിന്ന് കാണാമെന്ന് മാത്രം. അർജുൻ ക്ഷണിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെയൊക്കെ വരാനും വരിക്കാശ്ശേരി മനയും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനും പറ്റിയ. അമ്മയും ദീപും അതിൻ്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ്. അമ്പലത്തിലെ പ്രവേശന കവാടം, അതിൻ്റെ പഴുതിലൂടെ ഞാൻ ക്ഷേത്രം ഒന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കി. ഉള്ളിൽ ശ്രീകോവിലിൽ വിളിച്ചിട്ടുണ്ടല്ലേ. അപ്പോഴാണ് നല്ലൊരു കാറ്റ് കിട്ടിയത്. എന്താ ഒരു സുഖം അല്ലേ. അർജുൻ ബ്രോ ഒന്ന് വന്നിക്കോ, കണ്ടാ നല്ല കാറ്റോടെ അല്ലേ. ദീപ അവിടെ ലോക്കായി. എനിക്കെന്നെ മുണ്ടുമ്പലിക്ക് കാറ്റിട്ടുണ്ട് കണ്ടാ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ അഴി കൂടെ പറഞ്ഞ നാച്ചുറൽ എയർ. അത് ഇവിടെ ഒരു പായിട്ട് കിടന്നുണ്ടല്ലോ, സുഖമായി കിടന്നു. ഈ ഒരു നാലുകെട്ടിൻ്റെ വലതുവശത്തായി കാണുന്നത് ഇവിടുത്തെ പത്തായപ്പുരയാണ്. ഇപ്പോൾ അവിടെ നെല്ലൊന്നും സംഭരിക്കുന്നുണ്ടാവില്ല. പക്ഷെ പണ്ട് ഇവിടുത്തെ ജന്മികളൊക്കെ വാണിരുന്ന കാലത്ത് എത്ര അധികം നെല്ലായിരിക്കും ഇവിടെ സംഭരിച്ചിട്ടുണ്ടാവുക. അർജുൻ പറയായിരുന്നു രാപ്പകൽ സിനിമയിൽ ബാലചന്ദ്രമേനോൻ ചീട്ട് കളിക്കുന്നതൊക്കെ അവിടെയാണ് ഇത്ര ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ വരിക്കാശ്ശേരി മനയിൽ പുറത്തിറങ്ങാൻ നേരമാണ് ഇവിടെ ഒരു കഫേ കൂടി ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിച്ചത്. കഫേയിൽ എന്തായാലും കയറാനൊന്നും നിന്നില്ല. എന്താണെന്ന് വെച്ചാൽ മനയുടെ പുറത്ത് മതിലിനോട് ചേർന്ന് തന്നെ ഒരു അസല് ഉണ്ണിയപ്പക്കട ഉണ്ടെന്ന് അർജുൻ പറഞ്ഞു. അങ്ങനെ വണ്ടി പാർക്കിങ്ങിൽ തന്നെ ഇട്ട് ഞങ്ങൾ ഉണ്ണിയപ്പക്കടയുടെ അവിടേക്ക് നടന്നു. അണ്ണൻസ് എന്നാണ് ഈ ഒരു ഉണ്ണിയപ്പക്കടയുടെ പേര്. ഉണ്ണിയപ്പം മാത്രമല്ല, പരിപ്പോട പോലുള്ള മറ്റ് സ്നാക്സൊക്കെ അവൈലബിൾ ആണെങ്കിലും ഉണ്ണിയപ്പാണ് ഇവിടുത്തെ പ്രധാന ഐറ്റം എന്നാണ് അർജുൻ പറഞ്ഞത്. അപ്പപ്പോൾ ചൂടുന്ന ഫ്രഷ് ഉണ്ണിയപ്പാണ് ഇവിടെ കിട്ടണേ. കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? തണുത്ത വെള്ളം ഉണ്ടോ? ആ തണുത്ത വെള്ളം. ഞാനും അമ്മയും സാധാ സർബത്താണ് പറഞ്ഞത്. ദീപു അർജുനാണെങ്കിൽ പാൽ സർബത്താണ് പറഞ്ഞിട്ടുള്ളത്. വരിക്കാശ്ശേരി മന മൊത്തം നടന്ന് കണ്ടുവരുമ്പോൾ ഇങ്ങനൊരു ഉണ്ണിയപ്പക്കട നമുക്കൊരു വലിയ ആശ്വാസമാണ്. നല്ല ചൂടുണ്ട്. പല്ല് പോയി അമ്മ ഉണ്ടാക്കണ പോലത്തെ ഉണ്ണിയപ്പം അല്ലേ. അങ്ങനെ ദീപുവിൻ്റെ അർജുൻ്റെയും പാൽ സർബത്തും റെഡി ആയിരിക്കുകയാണ്. ദീപുവിൻ്റെ കുറച്ച് പാൽ സർബത്ത് ഞാനും ടേസ്റ്റ് ചെയ്തു. സംഗതി അടിപൊളിയുണ്ട്. അങ്ങനെ ഉണ്ണിയപ്പക്കടയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അർജുൻ വണ്ടി എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. കുറച്ചു നേരം ഇവിടെ തൊട്ടടുത്തുള്ള ഈ ഒരു തോടിലൂടെ വെള്ളമൊഴുകി പോണതൊക്കെ നോക്കി അങ്ങനെ നിന്നു. ഇനി നമ്മൾ നേരെ പോണത് ഷൊർണൂരിലെ കൂനത്തറയിലുള്ള തോൽപ്പാവക്കൂത്ത് കാണാനാണ്. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ശ്രീ KK രാമചന്ദ്ര പുലവർ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് തോൽപ്പാവക്കൂത്തിൻ്റെ ഈ ഒരു സെൻറ്റർ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ രാജീവ് പുലവരും അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മരുമകൾ അശ്വതിയാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിവരിച്ചു തന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണേ ഈ ഒരു ഫാമിലി മൊത്തം തോൽപ്പാവക്കൂത്ത് എന്ന കലാരൂപത്തിനോട് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷനും ഒരു അർപ്പണ മനോഭാവവും. പാവകളുടെ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ ഞാൻ അശ്വതി മാഡത്തിനോട് ചോദിച്ചു.
യാതൊരു മടിയും കൂടാതെ അവരപ്പം തന്നെ ഒരു തോലെടുത്ത് പാവകൾ ഉണ്ടാക്കുന്ന രീതിയൊക്കെ വിവരിച്ചു തന്നു. ഇതിൻ്റെ ചെറുത് മുതൽ വലിയ സൈസ് വരെ നമ്മളെല്ലാ പാവകളിലും ഡിസൈൻ അനുസരിച്ച് നിർമ്മാണം. ഈ ഹോൾസ് ആണ് അതിൻ്റെ ഒരു ഇതില്ലേ, പിന്നെ ലൈറ്റ് വരുമ്പോൾ ഭംഗി വരും അല്ലേ. ഭംഗി വരും. ഇതെന്ത് മെറ്റീരിയലാ? ഇതൊക്കെ തോലാണ്. തോലാണ്. മാൻതോലുകൊണ്ടാണ് പണ്ട് കാലം നിർമ്മിച്ചത്. ഇപ്പോൾ നമ്മൾ കാളത്തോല് അങ്ങനെയുള്ള പണ്ട് കാലം പാവക്കൂത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ ഓലപ്പാവക്കൂത്ത് എന്ന പേരിൽ അറിയപ്പെടും. ഓലകൾ കൊണ്ടാണ് പാവകൾ നിർമ്മിക്കുന്നത്. പിന്നെ കൂടുതൽ ലൈറ്റ് തരാത്തത് കൊണ്ടാണ് നമ്മൾ എന്നും നശിക്കാത്ത ഈ ഒരു തോലുകൊണ്ട് നിർമ്മിക്കാൻ തുടങ്ങിയത്. ഇതെന്താ? ഇത് രാമനാണോ? ലക്ഷ്മണനാണല്ലേ. ഇങ്ങനെയൊക്കെ ചെറിയൊരു സെറ്റ് വേണം പറഞ്ഞു. അതിൻ്റെ ഒരു നിർമ്മാണമാണ്. ഇവിടെ വരുന്ന ചിലർ ഇവിടുത്തെ തോൽപ്പാവകൾ അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് വില കൊടുത്ത് വാങ്ങാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വാങ്ങണമെന്ന് വെച്ചാൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇവിടെ മേലെയിട്ട് ഇവർ തോൽപ്പാവക്കൂത്തിൻ്റെ ഒരു തിയേറ്റർ സജ്ജാക്കിയിട്ടുണ്ട്. ഈ ഒരു തിയേറ്ററിൽ തോൽപ്പാവക്കൂത്ത് കാണാൻ മോഹിച്ചു വരുന്നവർക്ക് ഒരു 5 മിനിറ്റ് ദൈർഘ്യമുള്ള ചെറിയൊരു പ്രദർശനം ഇവർ ഒരുക്കാറുണ്ട്. പണ്ട് കാലത്ത് രാമായണ കഥകളാണ് പ്രധാനമായിട്ട് തോൽപ്പാവക്കൂത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ കാലം മാറിയതനുസരിച്ച് യേശുക്രിസ്തുവും ഗാന്ധിജിയും പിണറായിയും മോദിയും വരെ ഇന്ന് തോൽപ്പാവകളായി മാറിയിട്ടുണ്ട്. ജീവിതത്തിൽ ഇതാദ്യമായിട്ടാണ് ഞാനൊരു തോൽപ്പാവക്കൂത്ത് കാണാൻ പോണേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ശരിക്കും ഉണ്ട്. നിങ്ങളും ഒന്ന് കണ്ടു നോക്കൂ. വന്നവിടത്തിൽ ഗണപതി വിഘ്നേശ്വരരെ സ്തോത്രം ചെയ്തുകൊള്ളതാ. കനകമൃഗമേ ഓരാതെ നീ എന്നും വന്താൽ ഉன்னை വിരുമ്പിയാൻ വന്നേ ശ്രീകമല ശ്രീദേവി ചെങ്കൽ പിടിത്ത് അമ്പടമാണി ഒന്നുകൂടി പിടിച്ചു നോക്കാം. ഇങ്ങവാമാണി ഇപ്പഴിവാമാണി ഇങ്ങവാമാണി മാനിനെ പിടികിട്ടുന്നില്ല. മാനിനെ അസ്ത്രമയച്ച് നിഗ്രഹിക്കുന്നില്ല. എടാ എടാ സ്മാപ്പൈ മാനിൻ പിറകേൻ വിധിയാൽ വന്നേ അരക്കമായത്താൽ കാനിലെന്നെ കൊല്ലുകിറായി കാപ്പായെന്തിയലക്കുവനേ. ശ്രീരാമചന്ദ്രനൊരു ജയമംഗളം നല്ല ദിവ്യമോഹചന്ദ്രനൊരു സുഖമംഗളം. കുണ്ടൽമണി വന്ദനക്കും കണ്ടനക്കും മംഗളം. ആരാധിരാമനക്കും കണ്ടകാരം രാമനക്കും ഈരേണുനാഥനക്കും ചിരവികുല സോമനക്കും ശ്രീരാമചന്ദ്രനക്കും ജയമംഗളം നല്ല സുഖമംഗളം. ചെറിയൊരു പ്രദർശനമായിരുന്നെങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു തോൽപ്പാവക്കൂത്ത് ഷോ. തോൽപ്പാവക്കൂത്ത് വ്ളോഗിൻ്റെ മറ്റൊരു വേർഷൻ അർജുൻ്റെ ചാനലിലുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സ്ക്രീനിൻ്റെ പുറകിൽ പാവകൾ ചലിപ്പിക്കാൻ എങ്ങനെയെന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു. അശ്വതി മാഡം ദീപുവിനെ കൊണ്ട് എങ്ങനെയാണ് ചലിപ്പിക്കേണ്ടതെന്നൊക്കെയുള്ള ചെറിയൊരു ഡെമോ കാണിച്ചു കൊടുക്കുകയാണ്.
ആ ചെറുതായിളൊക്കെ ഉണ്ട്. അതുപോലെ എനിക്കറിയാൻ കൗതുകം ഉണ്ടായിരുന്ന മറ്റൊരു കാര്യം മാനിനെ എങ്ങനെയാണ് അമ്പ് ചെയ്തെന്നുള്ളതായിരുന്നു. അങ്ങനെയാണല്ലേ, മാൻ്റെ ഇതിൻ്റെ ബാക്കിൽ കൂടെ അങ്ങോട്ടാക്കി. ശരി. ഓ, നമ്മളിപ്പോൾ ഈ കാണുന്ന ലൈറ്റ് അല്ലാണ്ട് ദീപങ്ങൾ തെളിച്ചിട്ടുള്ള രീതിയിലാണ് ശരിക്കുള്ള തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വേറെ തന്നെയാണ്. രാവണനെ പോലെ അതിശക്തരായ കഥാപാത്രങ്ങൾ വരുമ്പോൾ പുറകിൽ നിന്നൊരു ഫയർ എഫക്റ്റൊക്കെ കൊടുക്കുന്നൊരു പരിപാടി ഉണ്ട്. ഓ, മനസ്സിലായ ഒരു എഫക്റ്റ് കൂട്ടാല്ലേ. ആ, ഓ ഓ എൻ്റെ പൊന്നേ. അപ്പം അങ്ങനെ തോൽപ്പാവക്കൂത്തിൻ്റെ ഈ ഒരു കൂത്തുമാടം സന്ദർശിക്കാനും ഈ ഒരു കലേനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനും പറ്റി. ദേശത്തും വിദേശത്തായിട്ട് ഒരുപാട് സ്ഥലത്ത് ഇവർ ഈ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് അവതരിപ്പിക്കാനോ ഇതിനെക്കുറിച്ച് അറിയാനോ കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്യാം. ശ്രീ കെ രാമചന്ദ്ര പുലോർ, അദ്ദേഹത്തിന് കിട്ടിയ പത്മശ്രീ അതുപോലെ നിരവധി ബഹുമതികളൊക്കെ ഇവിടെ ഈ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ണോടിച്ച് കുറച്ച് അതിശയത്തോടെ തന്നെ വീക്ഷിക്കുകയായിരുന്നു. മഹാനായ ഈ ഒരു കലാകാരൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും പ്രയത്നമാണ് ഇന്നും ഈ ഒരു കലാരൂപത്തിൻ്റെ പ്രഭ ഒട്ടും ചോരാതെ ഇങ്ങനെ നിലനിർത്തുന്നത്. ഈ ഒരു കലാരൂപത്തിനെ കുറിച്ച് ഒരു പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ ഒരു കലേനെക്കുറിച്ച് അറിയാൻ വരുന്ന എല്ലാവരോടും അങ്ങേയറ്റ സ്നേഹത്തോടെയാണ് ഇവർ പെരുമാറുന്നത്. അപ്പോൾ അവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ ഡൊണേഷനൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്. അർജുൻ്റെ കൂടെയുള്ള ഈ ഒരു ഷൊർണൂർ യാത്ര ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത നല്ലൊരു അനുഭവമാണ്. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും വരിക. നമ്മുടെ ലഞ്ച് കഴിക്കുന്ന ഭാഗങ്ങളൊക്കെ അർജുൻ്റെ വ്ളോഗിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു കേട്ടോ. എന്നാലും എൻ്റെ ഒരു വേർഷൻ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.